ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കായിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യല്ലേ, അപ്പം നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് ബ്രെഡ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന, എന്നാൽ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം 4 ടീസ്പൂൺ അളവിൽ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. മധുരത്തിൻ്റെ ആവശ്യമനുസരിച്ച് നിങ്ങൾക്ക് ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ലൊരു മധുരമുണ്ട്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 2 ടീസ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡറാണ്. അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 മുതൽ 4 ടീസ്പൂൺ അളവിൽ ബട്ടറാണ്. ബട്ടറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതൊന്ന് ഞാനിനി അടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മിൽക്കാണ്. ഒരുപാടൊന്നും വേണ്ട, നമുക്കൊരു ചെറിയ അളവിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സിയിൽ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഒരു ക്രീമി ടെക്സ്ചർ മതി, നമുക്ക് ഒരുപാട് ലൂസായിട്ട് അങ്ങനെയല്ല, നല്ല തിക്ക് പേസ്റ്റ് ആയിട്ടുള്ളൊരു രൂപത്തിലാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് അങ്ങ് ലൂസുമല്ല, ഒരുപാടായിട്ട് അങ്ങ് തിക്കുമല്ല. നമ്മളിതൊന്ന് ബ്രെഡിൽ വെച്ച് കൊടുക്കുമ്പോൾ അത് ഒരുപാട് അങ്ങ് ഒലിച്ചു പോകരുത്. ആ ഒരു പരുവത്തിന് വേണം നമുക്കിത് തയ്യാറാക്കി എടുക്കുവാൻ. ഇനിയിപ്പോൾ ഇതിന് നമുക്ക് വേണ്ട ബ്രെഡ് എടുക്കുക. ഞാനിവിടെ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ സെൻറ്റർ പോർഷൻ നോക്കി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബട്ടർ ക്രീം നമ്മൾ വെച്ച് കൊടുക്കുക. ഒരുപാട് അങ്ങ് വെച്ച് കൊടുക്കേണ്ട, ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ മതി. അതിനുശേഷം നമ്മൾ ഇതിന് മുകളിലേക്ക് മറ്റൊരു ബ്രെഡ് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലൊരു ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. അപ്പം നമുക്കിതൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടുന്നതായിരിക്കും. ഇതുപോലെ പെട്ടെന്ന് നമുക്കത് റിമൂവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ നമുക്ക് നന്നായിട്ട് ഇതൊരു കവറായിട്ട് നല്ല സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് ഫിക്സ് ആയിട്ട് കിട്ടും. അപ്പം നമുക്ക് എത്രത്തോളം ബ്രെഡാണോ ഈ ഒരു ഷേപ്പിൽ നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്നത്, അതെല്ലാം ഇങ്ങനെ ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ 2 രീതിയിലാണ് ഇവിടെ ഈ ബ്രെഡ് ക്രീം തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ ഷേപ്പിൽ 4 എണ്ണമാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ബാക്കി കുറച്ച് ബ്രെഡ് എടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ബാക്കി വന്ന പോർഷൻ നമ്മൾ കളയേണ്ട, നമുക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട് ആ ബ്രെഡ് യൂസ് ചെയ്യാം. ഇനി കട്ട് ചെയ്ത ഈ ബ്രെഡിനെ ഞാൻ സെൻറ്ററിലൂടെ ഒന്നുകൂടെ കട്ട് ചെയ്യുകയാണ്. ഈ ഒരു സൈസിലുള്ള ബ്രെഡ്സാണ് നമുക്ക് സെക്കൻഡ് ഷേപ്പിലുള്ള ബ്രെഡിൻ്റെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് വേണ്ടത്. അപ്പം ഇതെല്ലാം ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നപ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നല്ല ഹൈ ഫ്ലെയിമിൽ ഇരിക്കുമ്പോൾ തന്നെ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം ബ്രെഡ് പെട്ടെന്ന് എണ്ണ നന്നായിട്ട് കുടിക്കും. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഓയിലി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ ക്രീമിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോകും, ഒരുപാട് ഓയിലി ആകും. അപ്പം ഇത് നമ്മളിങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. വളരെ പെട്ടെന്നായി കിട്ടുന്നതാണ്. നമ്മൾ ഹൈ ഫ്ലെയിമിലാണല്ലോ ഫ്ലെയിം വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് വളരെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് വെക്കാം. ഇതേ സെയിം ഓയിലിൽ തന്നെയാണ് നമ്മൾ ചെറിയ പീസ് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അതും നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതും വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നതാണ്. അപ്പം നമ്മൾ ഫ്ലെയിം ലോയിൽ വെക്കാതെ ഹൈയിൽ തന്നെ വെച്ച് ചെയ്യുക. അതുമാത്രമാണ് ഈ ബ്രെഡ് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യം. അപ്പോൾ ഇതൊരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ തിരിച്ചിട്ട് കൊടുത്ത് ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് ആറിയതിന് ശേഷം നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. ഇപ്പം നമ്മുടെ റൗണ്ട് ഷേപ്പിലുള്ള ബട്ടർ ക്രീം ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അത് തന്നെയല്ല, ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ് എക്സ്ട്രാ ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്നൊരു ക്രീം ബണ്ണൊക്കെ തിന്നാൻ തോന്നുന്ന ആ സമയത്ത് കുട്ടികൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. പുറംഭാഗമൊക്കെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അകമൊക്കെ നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതെന്താണെങ്കിലും ഉറപ്പായിട്ടും എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പം നമ്മൾ 2 ഷേപ്പിലാണല്ലോ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാമെന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ഷേപ്പ് നോക്കാം. അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് ഇതുപോലെ നമ്മുടെ ബട്ടർ ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുകളിൽ ഒരു പീസ് വെച്ച് ഇങ്ങനെ കവർ ചെയ്തെടുക്കുക. ഇത് വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട്. ഇത് നമുക്ക് ഒരുപാട് ക്രീം വേണ്ട കുട്ടികൾക്ക് അതുപോലെ കൊടുക്കാം, അല്ല കുറച്ച് അളവിൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന 2 റെസിപ്പിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് കുട്ടികൾക്ക് ഈവനിങ്
സ്നാക്കൊക്കെ ആയിട്ട് ഇനിയല്ല സ്കൂളുകളിലൊക്കെ കൊടുത്തു വിടാനും ആണെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. മധുരമൊക്കെ ഉള്ളത് കൊണ്ടും കുട്ടികൾക്ക് നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പം ഇതുപോലെ ബ്രെഡൊക്കെ ഒരുപാട് നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം ഒരുപാട് മിച്ചം വരുന്ന സമയത്ത് ഇങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കി നോക്കുക എല്ലാവരും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കണം. അപ്പം അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.